അണ്ണാ ഫസ്റ്റ് അടിക്ക് ബോധം പോണേ. ഫസ്റ്റ് അടിക്ക് ചാവനെ പാറ്റേനെ അടിച്ചോലിന്ന പാറ്റ. നീ ആ ചെറുക്കന് തമ്മിലുള്ള പ്രശ്നം എന്തോന്ന്? അവ എന്നോക്കി ചിരിച്ചില്ല. എന്തോന്ന്? സത്യമായിട്ടും അവ എന്നോക്കി ചിരിച്ചില്ല. ഞാനും നീ ആഗ്രഹിച്ചൊരു ഗുണ്ട ലൈഫാണ് ആളെ ആശ്രയിതിപ്പോ. എന്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഇടികളായിരുന്നു. ഗ്യാങ് വാറുകള് വരുന്ന ഫുള്ള് മാന്തിയില്ല പിച്ചിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. എന്ത് ചെയ്യട്ടെ പുള്ളി. ഞാനും നീ മാത്രമായിട്ട് എവിടെ പോയി ഗ്യാങ് വാർ നടത്താൻ? ഇപ്പൊ നീ പറഞ്ഞതിനുള്ള ഉത്തരം എന്റെ വായിന്ന് കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും സുഖം കിട്ടോ? ഇല്ലല്ല, ഇത് ശ്രദ്ധിക്കാം. ചേട്ടാ ഇതോ ആവും വരുന്ന അടി തുടങ്ങിക്കോ. ഇത്രയും പല്ലെടുത്ത് വെളിയിട്ട് ചിരിക്കുന്നതാണ് ഇവനെ നോക്കി ചിരിച്ചില്ലെന്ന് പറയുന്ന. ചിലപ്പോ അവ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും ഇവൻ പറഞ്ഞത് ചിരിച്ചില്ലെന്ന്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, പുതിയതായിരിക്കും അല്ലേ? ആ, നമ്മളിവിടെ പുതിയതാ. അതുപോട്ടെ, നിങ്ങളെന്താ ഇവിടെ? അത് ബ്രോനെ ഇടിച്ച് നോക്കാ വന്നത്. ഇതെടുത്ത് കുത്തു ബ്രോ. വീട്ടിൽ പോയി ആപ്പിള് കണ്ടിച്ച് തിന്നാർക്കാം. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നീയൊക്കെ ഇവിടെ എന്തോന്ന് കാണിച്ചത്? അത് നല്ലൊരു പയ്യൻറാ. എന്നാ നീ എന്റെ പെങ്ങൾക്ക് അടിച്ചു വിടറാ. പെങ്ങളെ പറയുന്നടാ. പെങ്ങളില്ല, 3 ആങ്ങളമാരാ. സോറി, ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വെറുതെ അടി കൂടിയത്. എനിക്കിന്ന് അവനെ അടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വാങ്ങി പൈസ തിരിച്ചാ. നിങ്ങളെന്താ മുഖത്ത് തോർത്തിട്ട്? ആക്കമ്മളെ മനസ്സിലായടാ. ഞങ്ങളൊരു കാര്യം പറയാം. കൊഞ്ചി കുഴയും നോക്കിയാണ് പിടിച്ചിട്ട് ഇടിക്കാനുള്ളത്. ബ്രോ ഇനി എല്ലാരും നോക്കി ചിരിക്കണം. ഞാൻ എല്ലാരും ചിരിയാണ് ബ്രോ. ചിരി നോക്കിയാണ്. യവന്മാരിത് എന്ത് ഇടിക്കാത്ത? എന്നാ പിന്നെ ഞാൻ പോട്ടോ ബ്രോ. ഏയ്, ഒരു ഫൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. ആദ്യ പടത്തിൽ ഇൻഡസ്ട്രി ഇറ്റ് തൂക്കിയ ആശിറിന്റെ ഇപ്പോഴത്തെ ആസ്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടിയ ഞെട്ടി. 200 കോടിയിൽ 100 കോടി ആശിറിനും സംഘത്തിനും. എന്തൊക്കെ കരക്കമ്പിയടാ കേക്കുന്ന. 100 കോടി എത്ര പൂജ ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. 2 പൂജ്യമല്ലേ ഈ ന്യൂസ് കഴിയും. അടുത്ത സിനിമയിൽ സൂപ്പർ ഹീറോസ് ആവാൻ റെഡിയായി ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ദേവരാജ്. നാട്ടിലിപ്പോ നമ്മളാണ് ചർച്ചാ വിഷയം. അടുത്ത പടം തൊട്ട് ഈ പേരിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇടയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം. ഈ യൂണിവേഴ്സൽ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ. കറക്റ്റ്. ആക്ഷൻ ഹീറോ അലൻ. ഒരു സിനിമ കഴിഞ്ഞല്ലോ, തറനില്ല. പേരും നീയും കൂടെ അങ്ങോട്ട് ചേർന്നതാ. രണ്ട് ധ്രുവത്തിൽ കിടക്കുന്നു. അതെന്താണ്? ഞാൻ ആക്ഷൻ ഹീറോയെ പറ്റൂലേ? നിനക്ക് നിന്റെ വാപ്പ നല്ലൊരു പേര് കിട്ടുന്നു, അലൻ ബിൻ സിറാജ്. ലവന്മാര് പ്രേമിക്കും. ഞാൻ ആക്ഷൻ ഹീറോയിൽ എന്താണ് കുഴപ്പം? നീ ഒന്ന് അടങ്ങ്. മെയ് 8 നമ്മുടെ പടം വാഴ 2 ജിയോ ഹോട്ട്സ്റ്റാറിൽ വരും. അതിറങ്ങി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഞാനും നീയും ലവന്മാരൊക്കെ എന്ത് സ്റ്റാർസ് ആണെന്ന്. കറക്റ്റ്. ഞാനൊരു കിടിലൻ ടൈറ്റിൽ പറയട്ടെ. ആക്ഷൻ ഹീറോ വിനായക്. സൂപ്പർ. നിനക്ക് കൂട്ടായല്ലേ? അതൊക്കെ പോട്ട് ഞാനിനി ഏത് സ്റ്റാറാണോ എന്തോ. നാണോ ഇല്ലേടാ? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നടാ. ശ്രദ്ധിച്ചിട്ട് മച്ചാ ലേഡീസ്. അയ്യോ, ഗേൾസാ അവര് കണ്ടു കാണോ? കോമാളിത്തരം കാണിച്ചാ കാണാത്ത എന്ത്? എനിക്കിവനെ ഇടിക്കണം മച്ചാ. പറഞ്ഞോടാളെ എന്നെ കുറിച്ച്. ചേട്ടാ അറിഞ്ഞോണ്ടല്ല ചേട്ടാ. ചേട്ടാ ഹലോ, എന്തൊക്കെ പ്രശ്നം അവിടെ? ഒരു പയ്യൻ ചുമ്മാ വെറുതെ നോയിക്കൊണ്ടിരുന്നു. അപ്പൊ ചേട്ടാ എന്തായാലും പറയാണ്ട ചേട്ടാ. പ്രശ്നത്തിനൊന്നും പോലേക്കാ. ഏയ്, ഞാൻ അങ്ങനെ പ്രശ്നത്തിനൊന്നുമില്ല. ഹലോ, ഇഷ്ടമാണ്. കുറച്ചു ദിവസം ഒന്ന് ശരീരം അനങ്ങിട്ട് അപ്പൊ ഇന്നൊരുത്തന്നെ എടുത്തിട്ട് ഇടിക്കാന്ന് വെച്ച്. പോട്ടെ നോക്കി പോണേ. ഇവിടെ അടുത്ത് പമ്പ് എവിടെ ആണ്? ചേട്ടാ ഇവിടെ അടുത്ത് പമ്പ് എവിടെ ഉണ്ട് ചേട്ടാ? നീ നെറ്റ് ഒന്നും ചാർജ് ചെയ്യത്തില്ലേ? അതെട്ടാ ഗൂഗിൾ മാപ്പ് എടുത്ത് ഉരയ്ക്കാനാ ഗൂഗിൾ മാപ്പ് എടുത്ത് വെച്ചേക്കുന്ന ഫോണില്. നെറ്റ്വർക്ക് അങ്ങോട്ട് നോക്കടാ.
ലവേഴ്സാ? അല്ല ബ്രോ ഫ്രണ്ടാണ് ഹലോ ചേട്ടാ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് ചേട്ടാ ഒന്ന് വീഡിയോ കേട്ടാ പോട്ട് കേട്ടാ കാത്തിരുന്ന ഞാനിവിടെ വരട്ടോ ഇങ്ങോട്ട് പമ്പൊന്നും അടുത്തില്ല. അല്ല കുഴപ്പമില്ല ബ്രോ ഞങ്ങൾ ബ്രോ, ശർക്കര കലക്കി വെച്ചിട്ട് ബ്രോ ഞാൻ വന്നാൽ അല്ല കുഴപ്പമില്ല അല്ല വന്ന് ഞാൻ ഇപ്പൊ ശരിയല്ല. പെൺകുട്ടികളുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധ പിടിച്ചു വെച്ചാൻ വേണ്ടി ഞാൻ ഭയങ്കര കോമാളിത്തരം ഞാൻ വിഷയമായിട്ട് വരികയാണ്. നിന്നെ കുറിച്ച് കുറച്ച് മോശം അഭിപ്രായം നാട്ടിലുണ്ട്, പുറത്തുനിന്നും അകത്തുനിന്നും. ഈ അകത്തെന്ന് പറയുമ്പോ ഭയങ്കര ഈ താടി ഉള്ളവനും ഇത്തിരി മെലിഞ്ഞിട്ടുള്ളവനുമാണ്. അങ്ങനെയും വരും. ഞാൻ ഒന്ന് ഒതുങ്ങാൻ പോവുകയാണ്. നീ ഒതുക്കണം കാര്യം ഞങ്ങൾക്കൊന്നും പരിപാടി നടക്കുന്നില്ല ഞങ്ങൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എറിയാൻ പിടിക്കാൻ പോവേനെ. ഇനി എല്ലാവർക്കും ഒരേ കണക്ക്. അതെ അതെ. ഇല്ല വണ്ടി അതിന്റെ ഒരു പെണ്ണുണ്ടോ? വെറുതെ വിളിട്ടാ. ഹായ് ലേഡീസ്. ബസ് സ്റ്റാൻഡിൽ എടുക്കുന്നുണ്ട് നീനെ കേട്ടോ. അഞ്ജലി എങ്ങനെടാ അവൻ കുണുകുണു സംസാരിക്കുന്ന? എന്താ മെസ്സേജ് അയക്കാത്ത എനിക്കിപ്പം? നീ അല്ലേ എനിക്ക് റിപ്ലൈ തരാത്തെ? ഈ ചെറുക്കൻ എന്തോന്ന് വീട്ടിൽ കലക്കി കൊടുക്കുന്ന ജൂനിയേഴ്സ് ഒക്കെ വന്നോണ്ടാണ് വൈകിട്ട് കാണാം കേട്ടോ. ഈ ചെറുക്കൻ എന്തരാ? ഞാൻ ആരെ നോക്കിയാല് അവനെ വിളിച്ചോണ്ട് വന്നേ. കൊഞ്ച് കഴിഞ്ഞേ വാ, നമുക്കൊന്ന് സംസാരിക്കണം. എന്തരാ നോക്കുന്ന? എന്തിനാ മുകളിലോട്ട് നോക്കുന്ന? ഇവിടെ ആളേക്ക് നീ കാണുന്നില്ലേ? പെണ്ണുങ്ങളടുത്ത് ഓവറായിട്ട് സംസാരിക്കുന്ന നിർത്തണം. നമ്മൾ ഇവിടെ ഉണ്ണാക്കന്മാരായിട്ട് നിൽക്കുന്നത്. ചേട്ടാ ഞാനായിട്ടല്ല ചേട്ടാ ഇവരുടെ അടുത്തൊന്നും പോണം, അവരൊക്കെ എന്റെ അടുത്തോട്ടാ വരുന്നേ. എന്തിന് പെണ്ണുങ്ങൾ നിന്റെ പിറകെ പറഞ്ഞ? നിനക്ക് വല്ല കഴിവുണ്ടോ? നിനക്ക് ഹാർഷന്റെ അത്ര കഴിവുണ്ടോടാ? അളി ഇന്നലെ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ച പരിപാടി ഒന്നും കാണിച്ചു കൊടുക്കില്ല. പറ്റോടാ നിനക്ക്? വിനായക മറ്റേ സാധനം കാണിച്ചു കൊടുത്താൽ മൂക്കിട്ടനക്കുന്ന ഒരു കഴിവില്ലാതെ വെറുതെ വായിട്ടലക്കുന്ന നിന്റെ പിറകെ എന്തിന് പെണ്ണുങ്ങൾ പറയണം? നിന്റെ പുള്ളടുത്ത് നീ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ അടുത്ത് വരണം. കാര്യം നമ്മൾ ഈ വർഷം ഇറങ്ങാൻ പോവേ. എന്റെ പൊന്നണിയ വെറുതെ നമ്മളെ നീട്ടി വാങ്ങരുത്. ഇടിച്ചിടിച്ചിടിച്ച് മടുത്ത് ഞാൻ. പിന്നെ ഡാൻസ് കളിച്ചപ്പോ അഞ്ജന ഒന്ന് നോക്കുന്നേ കണ്ട്